ആട് 3യും വാഴ 2വും കണ്ടിട്ട് തകർന്നിരുന്ന എന്നോട് കുറേ പേര് സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ കണ്ട പടമാണ് മോഹിനിയാട്ടം. സത്യം പറഞ്ഞാൽ ഈ പടം കണ്ടപ്പോഴാണ് എനിക്ക് മറ്റേ 2 പടം കണ്ടതിന് ഡിപ്രഷൻ ഒന്ന് മാറി കിട്ടി. ഡിപ്രഷൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടായ ഭരതനാട്യം. കിടിലൻ സിറ്റുവേഷണൽ കോമഡിയും നല്ല ടൈമിംഗ് ആയിട്ട് എല്ലാ ആക്ടേഴ്സും അതിൻ്റെ അത് കോമിക് സീൻസ് സംഭവങ്ങളും എല്ലാം ആക്ട് ചെയ്ത് കിടിലിനായിട്ട് ചെയ്തൊരു പടമായിരുന്നു ഭരതനാട്യം. ആൻഡ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ആദ്യം അനൗൺസ് ചെയ്ത സമയത്ത് കാസ്റ്റ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നൊരു ആളാണ് ബേബി ജീൻ ഇതിൻ്റെ അകത്തെ ക്യാരക്ടർ. ഹാറ്റ്സ് ഓഫ്. ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഇത്രയും കിടിലൻ കോമിക് ടൈമിങ്ങിൽ, അതും ഡയലോഗിൻ്റെ സൗണ്ട് വേരിയേഷൻ ആയിക്കോട്ടെ, ക്യാരക്ടറിൻ്റെ പല പല മോഡുലേഷൻസ് ആയിക്കോട്ടെ, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ബേബി ജീൻ. ബേബി ജീൻ മാത്രമല്ല, അതുപോലെ തന്നെ കലാരഞ്ജിനി ഒരു രക്ഷയില്ലാത്ത ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്ത് ആ ഒരു മോഹിനീശ്വരി ദേവി എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഉള്ള ആ ഒരു പോസാണെങ്കിൽ പോലും, പല പല ഡയലോഗുകളാണെങ്കിൽ പോലും, കുറേ റെഫറൻസുകളാണെങ്കിൽ പോലും എല്ലാം കറക്റ്റ് പ്ലേസ്മെൻസുമാണ്. ആൾക്കാർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും എല്ലാവർക്കും ഒന്നിനൊന്നും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പടം എടുത്ത് വെച്ചേക്കണത്. ഈ അടുത്ത കാലത്തെങ്കിലും ഞാനൊരു ഡാർക്ക് കോമഡി പടം കണ്ടിട്ട് ഇത്രയധികം ചിരിച്ചിട്ടില്ല. ഡാർക്ക് കോമഡി ഒരു മലയാളികൾ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ജോണറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിന് മുമ്പ് വന്നൊരു കിടിലൻ ഡാർക്ക് കോമഡി പടം എൻ്റെ ഓർമ്മയിലിരിക്കുന്നത് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം മോഹിനിയാട്ടമായിരിക്കും. സൈജു കുറുപ്പായിക്കോട്ടെ, ക്യാരക്ടേഴ്സ് എല്ലാവരും, ഒരാൾ പോലും അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ആ സിനിമയിലെ സുരാജ് വെഞ്ഞാറമൂട്. ജീവിച്ചിരിക്കുന്ന സുരാജ് വെഞ്ഞാറമൂടിനെക്കാട്ടിലും കിടിലാണ് മരിച്ച സുരാജ് വെഞ്ഞാറമൂട്. ആ കൊലപാതകത്തിൻ്റെ സീനുകളായിക്കോട്ടെ എല്ലാം കിടിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് പടം എടുത്ത് വെച്ചേക്കണത്. സ്റ്റാർട്ട് ടു എൻഡിങ് നോൺ സ്റ്റോപ്പ് ഒരു ലാഫ് റയറ്റ് എന്ന് നമുക്ക് ഗ്യാരണ്ടീഡ് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് മോഹിനിയാട്ടം. സോ ഈ പടം നിങ്ങൾ ആരൊക്കെ കണ്ടിട്ടുണ്ട്? കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഈ വീഡിയോയുടെ അടിയിൽ രേഖപ്പെടുത്തുക. കാണാത്തവർ എന്തായാലും ഈ സിനിമ കാണുക, ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഇത് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് പടം. ഇത് ആക്ച്വലി തിയേറ്ററിൽ മിസ് ചെയ്തതിൽ ഞാൻ വളരെയധികം വിഷമമുള്ളൊരു സിനിമയാണ്. തിയേറ്ററിൽ ഈ കോമിക് ടൈമിങ്സും സംഭവങ്ങളും വേറെ ലെവൽ ഒരു ഫീലിംഗ് തന്നെയായിരുന്നതെന്ന് എനിക്കറിയാം. സോ നിങ്ങൾക്ക് ഇത് കണ്ടിട്ടില്ലെങ്കിൽ ദയവായി കാണുക. കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻസും ഈ വീഡിയോയുടെ അടിയിൽ മെൻഷൻ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ദിസ് ഇസ് ജോബിൻ ജോൺ സൈനിങ് ഓഫ് ഫ്രം ജോൺസ് ടോക്സ്. ബൈ ബൈ.